അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ലോങ് വീഡിയോ ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 ആഴ്ചയായിട്ടുണ്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അതിനിടയ്ക്ക് ഞാൻ കുറേ ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തതാണെങ്കിൽ ഒന്ന് പോയി നോക്കുക. ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ചെക്ക് ചെയ്തേക്കാം. പിന്നെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഈ ഒരു ഡോള് കംപ്ലീറ്റ് ചെയ്ത് വരാൻ കുറച്ച് താമസം എടുത്തു കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ടൊക്കെ ഉണങ്ങാനും ഒക്കെ താമസിച്ചു. അപ്പം അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഇല്ലാതിരുന്നത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് സ്ഥിരമായിട്ട് ലോങ് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഡോൾ മേക്കിങ്ങിൻ്റെ വീഡിയോസ് മിക്കവാറും ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. ഇതൊരു റിക്വസ്റ്റ് ആണ്. കാരണം എനിക്ക് മിക്കവാറും ഞാൻ ഈ ലോങ് വീഡിയോയിൽ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് തന്നെയാണ് എനിക്ക് ഡൗട്ടായിട്ട് കമൻറ്റിൽ ചോദിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനോ സമയത്തിന് റിപ്ലൈ തരാനോ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഈ വീഡിയോ നന്നായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാക്സിമം എല്ലാ ഡൗട്ടും ക്ലിയർ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ. കാരണം അത്രയും ടൈം എടുത്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, എൻ്റെ കുഞ്ഞു കുഞ്ഞു ആർട്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഡോൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു സാധാരണ ഫീമെയിൽ ബോഡി എങ്ങനെയാണോ സ്കൾപ്റ്റ് ചെയ്യുന്നത് അതുപോലെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ആർമേച്ചർ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി കാലുകൾക്ക് വേണ്ടിയിട്ടൊരു കമ്പി ഇതുപോലെ വളച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കമ്പി മുകളിലേക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു ആർമേച്ചർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കുറച്ചുകൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ കൃഷ്ണൻ്റെ ഒരു ഐഡോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃഷ്ണൻ്റെ രാധയും കൂടി ഉള്ളത്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. എന്നിട്ട് നമ്മളിതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അലുമിനിയം ഫോയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വേണമെങ്കിൽ ഉപയോഗിക്കാം. അലുമിനിയം ഫോയിലാണ് കുറച്ചും കൂടെ ഷേപ്പായിട്ടുണ്ടാവുക. ന്യൂസ് പേപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഷേപ്പിന് വേണ്ടിയിട്ട് ഓരോ പീസസും ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സെല്ലോഫെയിൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പേപ്പർ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. എന്നിട്ട് നമ്മളെ ബോഡി എങ്ങനെയാണോ ഷേപ്പ് അതിനനുസരിച്ചിട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഫുൾ ബോഡി ഇതുപോലെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മളൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മളൊരു ദുർഗാദേവിയുടെ ഐഡൽ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് ഈ ഒരു അലുമിനിയം ഫോയിൽ ചുറ്റിയിട്ടുള്ള ആ ഒരു ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ആർമേച്ചർ ഉണ്ടാക്കുന്ന ഭാഗം നിങ്ങൾ ആ ഒരു കൃഷ്ണൻ്റെ ഐഡോൾ ചെയ്യുന്ന ആ ഒരു പോർഷനിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിനെക്കാട്ടിലും കൂടുതൽ. അപ്പോൾ ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആർമേച്ചറിൻ്റെ കേസൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അലുമിനിയം ഫോയിൽ ഇതുപോലെ വെറുതെ ചുറ്റി കൊടുത്താൽ മതി. കുറച്ച് വലിയ പീസസ് എടുത്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ഏകദേശം ആ ഒരു ഷേപ്പ് അറ്റൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പേപ്പർ ടേപ്പ് എടുത്തിട്ട് ഈ ഒരു ബോഡി കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പേപ്പർ ടേപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതിയാവും. ആൻഡ് ബോഡിയുടെ പല സ്കൾപ്റ്റിങ് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ചില ഭാഗങ്ങളൊന്നും ആ ഒരു ചെസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നതൊന്നും ഞാനിവിടെ കാണിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് പല വീഡിയോയിലും ഇതിനു മുമ്പ് ഉള്ളത് കാണാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ റെഫറൻസ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പല വീഡിയോസിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം, അതൊന്ന് പോയി നോക്കിയാൽ മതി. ഇനി നമുക്ക് സ്കൾപ്റ്റിങ് തുടങ്ങാം. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് പേപ്പർ ക്ലേ ആണ് കേട്ടോ. അപ്പോൾ പേപ്പർ ക്ലേ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ, പലതരത്തിൽ പേപ്പർ ക്ലേ ഉണ്ടാക്കുന്ന 2 വീഡിയോസ് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി നോക്കാവുന്നതാണ്. ഇനി ഇതുപോലെ എല്ലാ ഭാഗത്തും പേപ്പർ ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്ലേ മാത്രമായിട്ട് നമ്മൾ കമ്പിയുടെ മുകളിലേക്ക് വയ്ക്കുമ്പോൾ ഒരു ബലം കിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ക്ലേ ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ
ഈ ഒരു ഷേപ്പ് എല്ലാം കൊടുത്തതിന് ശേഷം ക്ലേ അപ്ലൈ ചെയ്യുന്നത്. ഇനി കൈകൾക്ക് വേണ്ടിയിട്ട് ഞാൻ കോൾഡ് പോർസിലിൻ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. പേപ്പർ ക്ലേ വേണമെങ്കിൽ യൂസ് ചെയ്യുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്കിവിടെ കുറച്ച് ഫ്ലെക്സിബിളായിട്ട് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ കോൾഡ് പോർസിലിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്നോട് പലരും ചോദിക്കാറുണ്ട് ഫെവിക്രിൽ മോൾഡിറ്റ് യൂസ് ചെയ്യാമെന്ന്. ഞാൻ ആദ്യമൊക്കെ ഡോൾസ് ചെയ്തിരുന്ന ഫെവിക്രിൽ മോൾഡിറ്റ് വെച്ചിട്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ഥിരം പ്രേക്ഷകർക്കൊക്കെ ഓർമ്മയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേറൊരു ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് ഹോം മെയ്ഡ് തന്നെ വേണമെന്നൊന്നുമില്ല. ഞാനിവിടെ എല്ലാം ഹോം മെയ്ഡ് ആയിട്ടുള്ള കോൾഡ് പോർസിലിനും പേപ്പർ ക്ലേയും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ കോസ്റ്റ്ലി ക്ലേ ഇപ്പം അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എല്ലാം ഹോം മെയ്ഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു വാങ്ങിക്കുന്ന ക്ലേ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും എല്ലാം ഹോം മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇനി ഫിംഗേഴ്സാണ് ഇവിടെ സ്കൾപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫിംഗേഴ്സും ഞാൻ കോൾഡ് പോർസിലിൻ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കോൾഡ് പോർസിലിൻ യൂസ് ചെയ്യുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ എല്ലാത്തിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം അത് കുറച്ചുകൂടെ ഫ്ലെക്സിബിളും സ്മൂത്തും ഒക്കെയാണ്. അപ്പോൾ ചെറിയ ഏരിയാസിലെ പേപ്പർ ക്ലേ ചിലപ്പോൾ പേപ്പർ ക്ലേ കുഴപ്പമില്ല, പക്ഷേ എന്നാലും എനിക്ക് കൈ കുറച്ച് ഫ്ലെക്സിബിളായിട്ട് വേണം. കാരണം ഞാനിത് ഡോൾ സ്റ്റോറിക്കൊക്കെ പിൽക്കാലത്ത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ ഒടിഞ്ഞു പോകും, അങ്ങനെയൊന്നും ചെയ്യരുത്. നല്ല സ്ട്രോങ് ആയിട്ട് വേണമെങ്കിൽ എനിക്ക് കോൾഡ് പോർസിലിൻ തന്നെ വേണ്ടി വരും. അപ്പോൾ എപ്പോഴും കൈയൊക്കെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പേപ്പർ ക്ലേ ആണെങ്കിൽ നല്ല സ്ട്രോങ് ആണ്, എന്നാലും കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ട് നല്ല സ്മൂത്തായിട്ടിരിക്കുന്നത് കോൾഡ് പോർസിലിൻ ആയതുകൊണ്ട് ഞാൻ ഫേസിനും കൈകൾക്കും ഒക്കെ കോൾഡ് പോർസിലിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് ചെയ്യാൻ പോണത് ഫേസ്. ഫേസ് സ്കൾപ്റ്റിങ് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും പുതിയ പുതിയ ഫേസ് ചെയ്യണം എന്ന് ഭയങ്കര ആയിട്ട് നമുക്ക് ആഗ്രഹം വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഫേസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫേസിൻ്റെ സ്കൾപ്റ്റിങ് ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ, കാരണം ഞാൻ ഇതിനു മുമ്പ് ഡീറ്റെയിൽഡായിട്ട് പലയിടത്തും കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ കാണിക്കുന്നില്ല. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ പ്ലീസ് പഴയ വീഡിയോസിൽ ഞാൻ റെഫറൻസ് വീഡിയോയിൽ ലിങ്ക് ഉണ്ടാവും, അതുപോലെ പിൻ ചെയ്തിട്ടേക്കാം ഞാൻ കമൻറ്റിൽ, നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഫേസ് സ്കൾപ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും അതുപോലെ സെപ്പറേറ്റ് ഞാനൊരു ഫേസ് സ്കൾപ്റ്റിംഗ് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ക്യൂട്ട് ഫേസിൻ്റെ. നിങ്ങൾക്കത് പോയി നോക്കിയാൽ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോയിലും എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയ ഒരുപാട് നീണ്ടുപോകും വീഡിയോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ നമ്മുടെ ബോഡി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. കോൾഡ് പോർസിലിൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ഏകദേശം 1-2 ദിവസമെങ്കിലും നന്നായിട്ട് ഉണക്കിയെടുക്കണം, കാരണം ഇത് കുറച്ച് ബിഗ് ഡോളാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മളിതുപോലെ പെയിൻറ്റ് ചെയ്യാണ്. അങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്കിൻ കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റും ബേൺസിനെയും ക്രിംസണും ലെമൺ യെല്ലോയും പിന്നെ കുറച്ച് ഫ്ലഷ് ടിൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ്, അതിൻ്റെ കൂടെ കുറച്ച് സിമൻറ്റ് പ്രൈമറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യാറ്. കാരണം ആ ഒരുപാട് ഗ്ലോസി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഫേസ് ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ കുറച്ചും കൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫേസാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ ലിപ്സും കണ്ണും ഒക്കെ വരച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഫേസ് ഇതുപോലെ സ്കൾപ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഡോൾസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഫേസൊക്കെ വരച്ചാലും മതി കേട്ടോ. എപ്പോഴും ഫേസ് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ലൈറ്റായിട്ട് വരച്ചതിന് ശേഷം ഡാർക്കായിട്ട് പോവുക. ഇത് ഞാൻ വാട്ടർ കളർ പെൻസിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് മാത്രമായിട്ടും വരയ്ക്കാം. ഞാനിവിടെ പെയിൻറ്റിങ്ങിന് എല്ലാ അക്രിലിക് പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഫേസ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മാത്രം വാട്ടർ കളർ പെൻസിൽസും അതുപോലെ സോഫ്റ്റ് പേസ്റ്റസും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ഞാനിവിടെ സെറ്റ് സാരിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രഷർ ഫ്രം ഓൾഡ് സ്യൂട്ട് കേസ് എന്ന് പറയാം. അതായത് പഴയ ഒരു സ്യൂട്ട് കേസിൽ ഒരു കസിൻ്റെ ചോറൂണിന് ഉടുത്തിട്ടുള്ള ഒരു മുണ്ടിൻ്റെ കുഞ്ഞുമുണ്ട്, കസവുമുണ്ട്, അതിൻ്റെ അത് മുറിച്ചെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു സാരി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുകളിലും ഇതേപോലെ തന്നെ ഒരു കസവ് ഒട്ടിച്ചിട്ടാണ് കേട്ടോ 2 സൈഡിലാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ നമ്മുടെ പഴയ കോസ്റ്റേഴ്സൊക്കെ കാണില്ലേ, അതിലുള്ള ഈ ഒരു ഡിസൈൻസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഗോൾഡ് പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ഇംപ്രഷൻസ് സാരിയിൽ കൊടുത്തിട്ട് സാരി ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നി. അല്ലെങ്കിൽ നമ്മൾക്ക് ഹാൻഡ് പെയിൻറ്റ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എനിക്കിത് ചെയ്യാനായിട്ട്
അത്രയും സമയം ഉണ്ടാവാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് പിൽക്കാലത്ത് ഇതുപോലത്തെ സാരീസ് ചെയ്യുമ്പോൾ ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇതിനു മുമ്പ് സാരീസിലൊന്നും ഇതുപോലെ വരച്ച് കാണിച്ചിട്ടില്ല. ഞാനൊരു ആഫ്രിക്കൻ ഡോൾ ചെയ്ത് എൻ്റെ സെക്കൻഡ് ചാനലിൽ കിടക്കുന്നുണ്ട്. അതിൽ മാത്രം ഞാൻ ഫുൾ ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇതുപോലെ ഇംപ്രഷൻസ് ഒക്കെ കൊടുത്തു. പിന്നീട് കുറച്ച് പെയിൻറ്റിങ്ങും കൂടെ ആ സാരിക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഇംപ്രഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് സാരിക്ക് കൊടുക്കാം. അപ്പോൾ സാരി നമുക്ക് അവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലൗസ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് ഫിലിം, ഇത് സാധാരണ കിച്ചൺ റോളാണ്. അതായത് കിച്ചണിൽ നമ്മൾ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്ത് വെക്കില്ലേ സാധനങ്ങൾക്കൊക്കെ, അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരു കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുള്ള ഒരു കോക്കനട്ട് ഷെൽ ഡോൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഗൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മെത്തേഡിലാണ് അതിൻ്റെ യോക്കൊക്കെ ചെയ്തെടുത്തത്. അതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. മുകളിലേക്കുള്ള ഒരു ഭാഗമില്ലേ, ആ ഒരു സ്ലീവ് വരുന്ന ഭാഗം, അങ്ങോട്ടും കൂടെ ഞാൻ കുറച്ച് ഇതുപോലെ പേപ്പർ ടേപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പേപ്പർ ടേപ്പും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് റാപ്പും മുകളിലേക്കും കൂടെ എടുത്തിട്ടുണ്ടെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ആ ഒരു ഡോളിൻ്റെ മേക്കിംഗ് കണ്ടാൽ മതി കേട്ടോ. അതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ്. കാരണം ഞാനത് ഡോളിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് തുന്നുമ്പോൾ മിക്കവാറും ഈ ബ്ലൗസൊക്കെ ഒരുപാട് ലൂസായിട്ടാണ് കിട്ടുക. അപ്പോൾ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നിയോണ്ടാണ് ഞാനിവിടെ ഈ ഒരു മെത്തേഡിൽ ചെയ്യാമെന്ന് വിചാരിക്കണേ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് തുന്നാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ തുന്നലൊന്നും പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ മെഷീനൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് തുന്നുന്നത്. അതുപോലെ നന്നായിട്ട് തുന്നാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇതിനെക്കാട്ടി നന്നായിട്ട് നല്ല സയൻറ്റിഫിക് രീതിയിൽ തന്നെ തുന്നാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു ബിഗിനേഴ്സ് അല്ലെങ്കിൽ എന്നെപ്പോലെ തുന്നാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ആൻഡ് ഇത് ചിലപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആവാം. അപ്പോൾ ഞാനിവിടെ ഈ ഡോളിന് റിമൂവബിൾ ആയിട്ടുള്ള ഡ്രസ്സായിട്ടാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റിമൂവബിൾ അല്ലാത്ത ബ്ലൗസ് മതി എന്നുണ്ടെങ്കിൽ ഷോ പീസായിട്ട് വെക്കാനാണ് ഡോളെങ്കിൽ നിങ്ങൾ നേരെ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് ഡോൾസിന് ഇതുപോലെ ബ്ലൗസും ലെഹങ്കയും അതുപോലെ സാരിയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടാലും മതി, അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആ ഒരു പീസസിന് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് 5 പീസസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ വരച്ചെടുത്തിട്ടില്ലേ ബ്ലൗസിൻ്റെ ആ ഒരു പോർഷൻസൊക്കെ, അതല്ലാതെ ബാക്കിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 പീസസ് നമ്മളിതുപോലെ തുണിയിലേക്ക് വരച്ചെടുക്കുകയാണ്. ഇതൊരു നല്ല മെറൂൺ കളറിൽ ഉള്ള ഒരു ക്ലോത്താണ്. അതെനിക്ക് ഒരു ടൈലർ തന്നാണ് നമ്മുടെ കട്ട് പീസായിട്ട്. അത് കുറേ നാളായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നത്. ചെറിയൊരു പീസായതുകൊണ്ട് വേറെ ഒന്നും ഇത് വെച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ബ്ലൗസ് ആക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇത് സെൻറ്റർ പീസ് ഞാൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അതപ്പോൾ നമ്മൾ മറ്റേ സൈഡിലാണ് കേട്ടോ, നല്ല നേരെ തിരിച്ച് വെച്ചിട്ടാണ് ഈ ഒരു അളവൊക്കെ വരച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ തുന്നി വരുമ്പോൾ ബ്ലൗസ് തലതിരിഞ്ഞു പോവും. അതുകൊണ്ട് അപ്പം ഈ ഒരു പീസസിൻ്റെ ഓർഡർ നമ്മൾക്ക് 1 2 3 4 5 എന്നുള്ളത് 5 4 3 2 1 എന്നാവും. ഇതിപ്പോൾ ഇതിൽ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നോക്കിയാൽ മതി. അതിലും ഞാൻ ഇതേപോലെ ഒരു ഗൗൺ ചെയ്തപ്പോൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ നന്നായിട്ട് അതിൽ മനസ്സിലാവും തോന്നുന്നു, ഈ പീസസ് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ. ആൻഡ് എല്ലാ വീഡിയോയിലും എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ നീണ്ടു പോവും. അത് എല്ലാവർക്കും ഒരേപോലെ രസിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചില വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കുക. ഇനി സ്ലീവ്സിൽ വേണ്ടിയിട്ട് ഇതിൻ്റെ തന്നെ ആ ഒരു പട്ട് വരുന്ന പോർഷൻ എടുത്തിട്ടുണ്ട്. അതിലും ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു എത്ര സ്ലീവ് വേണം എന്നുള്ളത് ഒരു ഏകദേശ രൂപത്തിൽ വരച്ചിട്ട് അതും അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. മെഷീനിലൊക്കെ തുന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും കേട്ടോ, ചുളിവൊന്നും ഇല്ലാതെ. എന്നിട്ട് ഇത് നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു പീസസും നമ്മൾ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു സെൻറ്ററിൽ വരുന്ന 3 പീസസ് മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റാണ് നമ്മൾ പുറകിലത്തെ 2 അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലൗസ് ഇവിടെ റെഡി ആയിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോളിൻ്റെ അണ്ടർസ്കർട്ടാണ്. അപ്പോൾ അണ്ടർസ്കർട്ട് എന്ന് പറയുമ്പോൾ മോസ്റ്റ് മോഡേൺ ഷേപ്പ് വെയർ ആയിട്ടുള്ള അണ്ടർസ്കർട്ട് തന്നെ വേണമെന്ന് നിർബന്ധമാണ്. വൈ ഷുഡ് ഹ്യൂമൻസ് ഹാവ് ഓൾ ദ ഫൺ?
ഡോൾസിന് എന്താ അണ്ടർ സ്കർട്ട് ഷേപ്പ് വെയറായിട്ട് പറ്റൂലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക് വേണമായിരുന്നേ. അപ്പോൾ നമ്മൾ നേരെ പോവാണ് ട്രഷർ ഫ്രം ഓൾഡ് സ്യൂട്ട് കേസ് പാർട്ട് 2. അതാണ് നമ്മുടെ ഈ കാണുന്നത്. എൻ്റെ കസിൻ്റെ പഴയ അവൾ ഒരു വയസ്സൊക്കെ ഉള്ളപ്പോഴുള്ള അവളുടെ ഒരു ഫ്രോക്കായിരുന്നു ഇത്. അപ്പോൾ ഇത് പഴയ സ്യൂട്ട് കേസൊക്കെ തപ്പിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്യൂട്ട് കേസ് തപ്പിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അവളുടെ അമ്മൂമ്മ ഇതൊന്നും കളയാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് കുറച്ച് ചെതലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗം. അതിൽ നിന്ന് നല്ല ഭാഗമൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ നമുക്ക് പാവാടയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ എവിടുന്നെങ്കിലുമൊക്കെ കിട്ടുന്ന ആക്രി സാധനങ്ങളാണ് കേട്ടോ സാധാരണ. അപ്പോൾ സാധാരണ എല്ലാവരും വിചാരിക്കും അയ്യോ കാശ് കൊടുത്തിട്ട് ഭയങ്കര നമ്മൾ വാങ്ങിച്ചുണ്ടാക്കുന്നതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട് പലരും. പക്ഷേ അങ്ങനെയൊന്നും അല്ല, ഇതെല്ലാം വേസ്റ്റായിട്ട് വരുന്ന ക്ലോത്തുകളാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ ട്രഷേഴ്സ് ഫ്രം ഓൾഡ് സ്യൂട്ട് കേസ് പാർട്ട് 3 പാർട്ട് 4 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വരാനുണ്ട്. ആൻഡ് ഇനിയും നമുക്കിതുപോലെ ഹെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൂളൻ ത്രെഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹെയറിൻ്റെ അതേ ഫിക്സിങ് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ എന്താണെന്നറിയില്ല, കുറച്ച് എന്തോ ലൈറ്റ് പ്രോബ്ലം കൊണ്ടാണ്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാം പറയുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മൾ പല വീഡിയോയിലും ചെയ്തിട്ടുണ്ടെന്ന്. സോറി കേട്ടോ, എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഹെയറിൻ്റെ മേക്കിങ്ങും ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഫറൻസ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തേക്കുക ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് സാരി ഉടുപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സാരി. അപ്പോൾ സാരി കുറച്ച് ലെങ്ത്ത് കുറവാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വേറൊരു പീസ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു ബ്ലൗസിനൊരു മെറൂൺ കളർ ആയതുകൊണ്ട് തന്നെ സാരിയിലും ഞാൻ മെറൂൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഡിസൈനായിട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് സാരിക്ക് കൊടുത്തത്. പക്ഷേ സാരി നല്ല കുറച്ചും കൂടെ ഒരു എടുപ്പുണ്ട് നമ്മൾ ഉടുപ്പിച്ചൊക്കെ വന്നു കഴിയുമ്പോൾ. ബ്ലൗസ് ഇട്ട് കൊടുത്തതിന് ശേഷം വെൽക്രോ വെച്ചിട്ട് ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഊരാനും ഇടാനും ഒക്കെ എളുപ്പമാണ്. അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ പോർഷനില്ലേ അവിടെ ഞാൻ ഒരു ചെറിയ ഒരു ലേസും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോളിന് സാരി ഉടുപ്പിക്കാൻ സാധാരണ മനുഷ്യനെ സാരി ഉടുപ്പിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ അമ്മയൊക്കെ സാരി ഉടുക്കുമ്പം അവിടെ പോയിട്ട് ഇതുപോലെ ഞൊറിവൊക്കെ എടുത്ത് കൊടുക്കാൻ ഒരുപാട് സഹായിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഡോളിന് സാരി ഉടുപ്പിക്കുമ്പോൾ മാത്രം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വളരെ ചെറിയ ചെറിയ പ്ലീറ്റ്സാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ വെക്കണം. പിന്നെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, കുറച്ച് സ്റ്റിച്ചിങ്ങോ അങ്ങനെയുള്ളതൊക്കെ കുറച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് പിന്ന് കുത്തുന്ന സ്ഥലത്ത് മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒട്ടിക്കലോ അരിയോടെയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇവരുടെ ഭാഗത്തിന് ഈ ഒരു കുഞ്ഞു കുഞ്ഞ് പിന്നുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഞൊറിവെടുക്കുന്ന ഒരു മുകളിലേക്ക് വരുന്ന പ്ലീറ്റ്സിൻ്റെ അവിടെയൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്കത് അഴിക്കാം. അപ്പോൾ ഇതൊന്ന് നല്ല ഭംഗിയിലിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഞൊറിവെല്ലാം ചേർത്തിട്ട് ഒരു പിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ രണ്ടിടത്ത് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഉടുപ്പിച്ച് കൊടുക്കുക. അപ്പോൾ സാധാരണ സാരി ഉടുക്കുമ്പോഴും ഇതേപോലെ തന്നെ പ്ലീറ്റ്സ് എല്ലാം പിൻ ചെയ്ത് വയ്ക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഡോളിനും. വൈ ഷുഡ് ഹ്യൂമൻസ് ഹാവ് ഓൾ ദ ഫൺ? അവർക്ക് മാത്രം പോരില്ല, ഡോളിനും വേണ്ടേ ഫണ്ണൊക്കെ. അങ്ങനെ ഇതുപോലെ തന്നെ താഴോട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ അണ്ടർ സ്കർട്ടുമായിട്ട്. അപ്പോൾ വലിയ വലിയ ഫാഷൻ ഡിസൈനേഴ്സ് അതുപോലെ ഗ്രൂമേഴ്സൊക്കെ ഇതുപോലെ സാരി ഉടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മളെ ഡോളിനും സാരി ഉടുപ്പിച്ച് കൊടുക്കാം. ഡോളും ഒന്ന് സന്തോഷിക്കട്ടേന്നേ. ഒന്നുമില്ലെങ്കിലും ഇത് നമ്മുടെ ഡോൾ സിസ്റ്റർ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഞൊറിവൊക്കെ എടുത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഞൊറിവ് വരും. അപ്പോൾ ഞൊറിവിൻ്റെ അവിടെ സ്റ്റിച്ചിങ് ഒന്നും വേണമെന്നില്ല കേട്ടോ, ഇത് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. വേണമെങ്കിൽ അതെല്ലാം കൂട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പം നന്നായിട്ടിങ്ങനെ വിടർന്നിരിക്കും. പിന്നെ ഈ ഒരു ഡോളിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ നല്ല കർവിയാണ്. അതുപോലെ തന്നെ അനിമേ സ്റ്റൈലിൽ കുറച്ച് നീണ്ടിട്ടുള്ള ഒരു ഡോളാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടുത്ത് വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കർവി ഏരിയാസിലൊക്കെ പ്ലീറ്റ്സൊക്കെ നല്ല രീതിയിൽ ഇരുന്നില്ലെങ്കിൽ ഡോളിൻ്റെ ഭംഗി പോവും. അപ്പോൾ നമ്മൾ സാരി ഉടുപ്പിച്ച് കഴിഞ്ഞു. പെൻഡിലൊക്കെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ഊരാട്ടോ, ആ ഒരു സ്റ്റിച്ചൊക്കെ കളയാം. എന്നിട്ട് ബ്ലൗസുമായിട്ട് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തത് മാത്രം മതി. അപ്പോൾ നമുക്കിവിടെ
സാരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓർണമെൻറ്റ്സ് ആണ് വേണ്ടത്. ഇത് ഗോൾഡ് കളറിലുള്ള ഒരു ചെയിനാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതായിരുന്നു. അതിലിതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് നമുക്ക് ഓർണമെൻറ്റ് റെഡിയായി. പിന്നെ ഓർണമെൻറ്റ്സിൽ ഞാൻ ആ ഒരു ജിംക്ക ഉണ്ടാക്കണത് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ അത് ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടണില്ല. ആരെങ്കിലും എടുത്തു തന്നാൽ മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂ, കാരണം അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഓർണമെൻറ്റ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കാണിച്ചു തരാം. അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, നല്ല രീതിയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഇനി നമ്മളിതുപോലെ കയ്യിൽ വളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർണമെൻറ്റ്സ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഡോളിക്കുട്ടി ഇവിടെ സുന്ദരിക്കുട്ടിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 22 മിനിറ്റ്സിലാണ് ഇത് കാണണമെങ്കിലും ഈ ഡോള് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഏകദേശം 1.5 ആഴ്ച കൊണ്ടാണ്. അത് മഴയൊക്കെ ഉള്ളത് കൊണ്ടാണ് കുറച്ചും കൂടെ ഉണങ്ങാനൊക്കെ താമസിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡോളിൻ്റെ മേക്കിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഡോൾസിനും നെയിം ചെയ്യാറുള്ളത് പോലെ തന്നെ ഈ ഒരു ഡോളിനും നെയിം ചെയ്തിട്ടുണ്ട്. ഡോളാണെങ്കിൽ പോലും എവറി ഡോൾസ് ആർ ലൈക്ക് എ സിസ്റ്റർ ടു മീ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചേച്ചിക്കുട്ടിയുടെ പേര് ദേവയാനി എന്നാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ദേവയാനി ചേച്ചിയെ നമ്മുടെ ഡോൾ ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യാം അല്ലേ. അപ്പോൾ വെൽക്കം ടു അവർ ലിറ്റിൽ ക്യൂട്ട് ഡോൾ ഫാമിലി സിസ്റ്റർ. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എൻ്റെ ഡോൾസിൻ്റെ ഒക്കെ ഒരു കളക്ഷൻ, ഇതുവരെ ഉണ്ടാക്കിയ ഡോൾസിൻ്റെ എല്ലാം കൂടെ ഒരു വീഡിയോ ചെയ്യുമെന്ന്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പല ഡോൾസും അവരെ ഉണ്ടാക്കിയ ആ ഒരു ഫോമിൽ നിന്ന് ഇപ്പോൾ മാറി ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ചൊരു ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വിശദമായിട്ട് എല്ലാ ഡോൾസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും വളരെയധികം വിലപ്പെട്ടതാണ്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ, പുതിയ നമ്മുടെ സുന്ദരി കുട്ടികളെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടേ അതിൽ ഓൾ എന്ന് എനേബിൾ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോഴേ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്ലെസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!